സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശ്, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. മന്ത്രിമാരെ ഉൾപ്പെടെ കുറ്റമുക്തരാക്കിക്കൊണ്ട് വിജിലൻസ് സമർപ്പിച്ച ത്വരിത പരിശോധനാ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിവാദ സർക്കാർ ഉത്തരവിന് പിന്നിൽ അഴിമതി നടന്നുവെന്നാരോപിച്ച് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശ്, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസ് ജഡ്ജി പി മാധവൻ ഉത്തരവിട്ടു. അന്നത്തെ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത, സന്തോഷ് മാധവൻ, IT കമ്പനിയായ RMSZ എക്കോ വേൾഡ് MD BM ജയശങ്കർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ത്വരിത പരിശോധന നടത്തിയെങ്കിലും എല്ലാവരെയും കുറ്റവിമുക്തരാക്കുന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഹർജിയിൽ പരാമർശങ്ങളില്ലായിരുന്നുവെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൂടി അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചു. വിവാദ ഇടപാടിന് കുഞ്ഞാലിക്കുട്ടി അമിത താൽപര്യമെടുത്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മന്ത്രിസഭായോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്ത് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മുൻ മന്ത്രിമാർക്കെതിരെ വിധിയിൽ കടുത്ത പരാമർശങ്ങളുണ്ട്. മുൻ മന്ത്രിമാർ തീരുമാനമെടുത്തത് തിടുക്കപ്പെട്ടെന്ന് കോടതി പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർക്കെതിരെയും വിധിയിൽ വിമർശനമുണ്ട്. ആരോപണങ്ങൾ പലതും ത്വരിത പരിശോധനയിൽ തെളിഞ്ഞിരുന്നുവെന്ന് കോടതി പറഞ്ഞു. എന്നാൽ കേസ് ഉപേക്ഷിച്ചത് ഈ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കാതെയാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. പരാതിക്കാരനായ ഗിരീഷ് ബാബു, സർക്കാരിനെ വെള്ളപൂശാനുള്ള ഒരു നടപടിയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത്. ആ വെള്ളപൂശൽ നടത്തിയിട്ടുള്ള ആ അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിലായി സന്തോഷ് മാധവന്റെ ഉടമസ്ഥതയിലുള്ള 130 ഏക്കർ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകി ഇറക്കിയ ഉത്തരവായിരുന്നു പരാതിക്ക് ആധാരം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന മന്ത്രിസഭായോഗത്തിലെ കടുംവെട്ട് തീരുമാനങ്ങളിലൊന്നായിരുന്നു ഈ വിവാദ ഉത്തരവ്. വിവാദമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിച്ചെങ്കിലും ഇതിന് പിന്നിലെ ഇടപാടുകൾ ദുരൂഹമായിരുന്നു. സാലി മുഹമ്മദ്, കൊച്ചി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കാൻ ശ്രമമെന്ന് പിണറായി വിജയൻ. ഡാം സുരക്ഷിതമാണെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഡാമിന്റെ സുരക്ഷിതത്വം അന്താരാഷ്ട്ര സമിതിയെക്കൊണ്ട് പരിശോധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനമെന്നും പിണറായി കണ്ണൂരിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ചാണ് പ്രത്യേക രീതിയിലുള്ള പുകമറ സൃഷ്ടിക്കാൻ ശ്രമം നടന്നത്. മുല്ലപ്പെരിയാർ വിഷയം സംബന്ധിച്ച് പ്രധാനമന്ത്രിയെയും മറ്റ് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും മറ്റു മന്ത്രിമാരെയും എല്ലാം കണ്ടതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യം ഉയരുകയുണ്ടായി. അവരുമായി ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഈ വിഷയമില്ല. പ്രത്യേകമായി ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം അതില് നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് ഒരു വ്യതിയാനവും ഉണ്ടായിട്ടില്ല എന്നാണ് വസ്തുത. കൂടുതൽ വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നു. ജോഷ്ല, പിണറായി മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പ്രജീഷ്, മുല്ലപ്പെരിയാർ വിഷയത്തിൽ വലിയ പുകമറ സൃഷ്ടിക്കാൻ ശ്രമം നടന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞത്. MLA-മാർക്കും അതുപോലെ മന്ത്രിമാർക്കും LDF ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാടും കേരളവും തമ്മിൽ സംഘർഷം വളർത്താൻ ശ്രമിക്കരുത് എന്ന നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് LDF-ന്റെ നിലപാട്. ഡാം സുരക്ഷിതമാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. അന്താരാഷ്ട്ര വിദഗ്ധ സമിതി ഡാമിൽ പരിശോധന നടത്തണം എന്നുള്ള കാര്യവുമാണ്. ഈ 2 കാര്യങ്ങളാണ് LDF-ന്റെ മുന്നിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് തമിഴ്നാടുമായും തമിഴ്നാടിന് മുന്നിൽ ഈ നിർദ്ദേശം വെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലും തമിഴ്നാടിന്റെയും മുന്നിൽ ഈ നിർദ്ദേശമാണ് വെച്ചുള്ളത്. ഇത് കേന്ദ്രം അംഗീകരിച്ചില്ല. പുതിയ ഡാം പണിയണമെന്ന നിലപാടാണ് നമ്മുടേത്. തമിഴ്നാടിന്റെ സമ്മതവും കേന്ദ്ര ക്ലിയറൻസും ഇതിന് ആവശ്യമാണ്. സംഘർഷത്തിലൂടെ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ കഴിയില്ല. ചർച്ച വേണം എന്ന വ്യക്തമാണ്. ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന KPCC നിർവാഹക സമിതി യോഗത്തിൽ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം. പുനഃസംഘടന ഉടൻ നടത്തി KPCC-യിൽ അഴിച്ചുപണി വേണമെന്ന് MM ഹസനും VD സതീശനും ആവശ്യപ്പെട്ടു. UDF-ന്റെ മദ്യനയം പാളിയെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം നയം നടപ്പാക്കിയവർക്കെന്നും VD സതീശൻ ആരോപിച്ചു. AK ആന്റണി, ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നീ 4 പ്രധാന നേതാക്കൾക്കെതിരെയും KPCC വിലയിരുത്തൽ യോഗത്തിൽ പൊട്ടിത്തെറിച്ചാണ് ഭാരവാഹികൾ വിമർശനമുന്നയിച്ചത്. MM ഹസൻ പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടു. VM സുധീരനെതിരെ കടന്നാക്രമണവും നടത്തി.
ദില്ലിയിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ വിവാദമായത് പ്രതിച്ഛായ മോശമാക്കി. KPCC എക്സിക്യൂട്ടീവിൽ അടിയന്തര പുനഃസംഘടന വേണം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാം. സുധീരനെ ഉദ്ദേശിച്ചാണോ നേതൃമാറ്റം ആവശ്യപ്പെടുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരുമെന്നും ഹസൻ പറഞ്ഞു. കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്നായിരുന്നു VD സതീശന്റെ അഭിപ്രായം. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ R ശങ്കറിനെ കടൽ കിഴവനെന്ന് വിളിച്ചവരാണ് ഇപ്പോൾ നേതൃത്വത്തിലുള്ളത്. ഞങ്ങൾ അത്രയും പറയുന്നില്ല. മദ്യനയം പാളി. അത് നടപ്പിലാക്കിയവർക്കാണ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം. അവസാന കാലത്തെ ഭൂമിദാന അഴിമതികൾ തിരിച്ചടിയുണ്ടാക്കിയെന്നും സതീശൻ തുറന്നടിച്ചു. സുധീരൻ പ്രവർത്തിക്കുന്നത് KPCC അധ്യക്ഷന് യോജിച്ച രീതിയിലല്ലെന്നായിരുന്നു K സുധാകരന്റെ വിമർശനം. മാറ്റേണ്ടവർ മാറ്റും, മാറേണ്ടവർ മാറുമെന്നാണ് സുധീരനെ ഉദ്ദേശിച്ച് ബെന്നി ബെഹനാൻ നടത്തിയ പരാമർശം. AK ആന്റണി പറയേണ്ടപ്പോൾ അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കുന്നുവെന്ന് KK മുഹമ്മദ് കൊച്ച് വിമർശിച്ചു. നേതൃത്വത്തിന്റെ മതേതരത്വ നിലപാടുകളിൽ ആത്മാർത്ഥതയില്ലെന്നും വിമർശനമുയർന്നു. കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്ന ആവശ്യമാണ് പുതുതലമുറ നേതാക്കൾ ഉന്നയിക്കുന്നത്. മദ്യനയത്തിന്റെ പേരിലും പൊട്ടിത്തെറിയുണ്ടായി. മതേതരത്വത്തിൽ നേതൃത്വത്തിന് ആത്മാർത്ഥതയില്ലെന്നും വിമർശനമുണ്ടായി. രാജീവ് ഗാന്ധി സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം MR സജേഷ്, തിരുവനന്തപുരം. ബോക്സിംഗ് ഇതിഹാസവും മുൻ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ മുഹമ്മദ് അലി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പാർക്കിൻസൺ രോഗബാധിതനായിരുന്നു. US-ലെ അരിസോണിലാണ് അന്ത്യം സംഭവിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദീർഘനാളായി പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1981-ലാണ് ബോക്സിംഗ് റിങ്ങിനോട് അദ്ദേഹം വിട പറഞ്ഞത്. ബോക്സിംഗ് ചക്രവർത്തി എന്ന വിശേഷണം ലോകം ചാർത്തിക്കൊടുത്ത ഒരേയൊരു താരമാണ് മുഹമ്മദ് അലി. ബോക്സിംഗ് ചക്രവർത്തി എന്ന് ലോകം വിളിച്ച മുഹമ്മദ് അലിയെ വ്യത്യസ്തനാക്കുന്നത് രാഷ്ട്രീയ മാനുഷിക വിഷയങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളായിരുന്നു. വർണ്ണവെറിക്കെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും ജീവിതത്തിലുടനീളം മുഹമ്മദ് അലി നടത്തിയ ധീരമായ പോരാട്ടമായിരുന്നു ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിക്കൊടുത്തത്. ഒരു കായിക താരത്തിൽ നിന്ന് അധിനിവേശ രാഷ്ട്രീയത്തിന്റെ പ്രതിരോധകൻ എന്ന നിലയിലുള്ള വളർച്ചയാണ് മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേയെ ലോകം വാഴ്ത്തുന്നവനാക്കിയത്. ബോക്സിംഗ് റിംഗിൽ എതിരാളിയെ ഇടിച്ച ഓരോ ഇടിയും അമേരിക്കൻ അധിനിവേശത്തിന്റെയും വർണ്ണവിവേചനത്തിന്റെയും മുഖത്തേക്കുള്ള ശക്തമായ പഞ്ചാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തപ്പോഴാണ് മുഹമ്മദ് അലി ഒരു യഥാർത്ഥ താരമായത്. കറുപ്പിൽ നിന്നും മുളച്ചുപൊന്തിയ ഒരു വടവൃക്ഷം തന്നെയായിരുന്നു മുഹമ്മദ് അലി. 1942 ജനുവരി 17 അമേരിക്കയിലെ കെന്റുക്കിയിലുള്ള ലൂയിസ് വില്ലയിൽ ജനിച്ച കാഷ്യസ് ക്ലേയെ മുഹമ്മദ് അലിയാക്കി തീർത്തത് അമേരിക്കയിൽ നടമാടിയ വർണ്ണവിവേചനമായിരുന്നു. പോരാട്ടം നിറഞ്ഞ ഭാവി ജീവിതത്തിന് ക്ലേ കരുത്തു നേടിയത് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. വീടിനടുത്തുള്ള ജിംനേഷ്യത്തിൽ ബോക്സിംഗ് പരിശീലനം കാണാൻ പോയ ക്ലേ യാദൃച്ഛികമായാണ് പരിശീലനം ആരംഭിക്കുന്നത്. പരിശീലനം ആരംഭിച്ച് 6 ആഴ്ച പിന്നിട്ടപ്പോൾ ക്ലേ ബോക്സിംഗ് റിംഗിൽ തന്റെ ആദ്യ ജയം നേടി. പിന്നീട് തന്റെ മുഴുവൻ സമയവും ഊർജവും ക്ലേ ബോക്സിംഗിനായി മാറ്റിവെച്ചു. 18 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 108 അമേച്വർ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു. കെന്റുക്കി ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 6 തവണയും നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം 2 തവണയും നേടി. 1960-ൽ കാഷ്യസ് ക്ലേ റോം ഒളിമ്പിക്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ എതിരാളികളെ നിലം പരിശാക്കി ക്ലേ അനായാസം ഫൈനലിലെത്തി. 3 തവണ യൂറോപ്യൻ ചാമ്പ്യനും 1956-ലെ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവുമായ സിഗ്നു പിയാട്രിഗോസ്കിയായിരുന്നു ഫൈനലിൽ എതിരാളി. എങ്കിലും 3ാമത്തെ റൗണ്ടിൽ തന്നെ ക്ലേ വിജയിച്ചു. വെള്ളക്കാർക്ക് മാത്രമെന്ന് രേഖപ്പെടുത്തിയ റെസ്റ്റോറന്റിൽ മുഹമ്മദ് അലിക്ക് സേവനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയാത്ത ഭരണകൂടത്തോടുള്ള പ്രതികാരമായിരുന്നു അത്. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശ സേനയിൽ അംഗമാകണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ സർക്കാർ അയച്ച കത്ത് സ്വീകരിക്കാതെ അതിന് വികാരനിർഭരമായ മറുപടിയാണ് അദ്ദേഹം അയച്ചത്. ഇതേ തുടർന്ന് അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. $10,000 പിഴയിട്ട് 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. പ്രതികാരം തീർക്കാൻ അമേരിക്കൻ സ്പോർട്സ് കൗൺസിലിലെ അദ്ദേഹത്തിന്റെ അംഗത്വം നീക്കം ചെയ്തു. തനിക്കറിയാവുന്ന തൊഴിൽ നഷ്ടമായതോടെ മുഹമ്മദ് അലിക്ക് നിത്യവൃത്തിക്ക് വകയില്ലാതായി. എങ്കിലും പണത്തിനും പ്രശസ്തിക്കും മുൻഗണന നൽകാതെ ആദർശത്തിൽ ഉറച്ചുനിന്ന് കറുത്തവർഗക്കാരായ അമേരിക്കൻ ആഫ്രിക്കൻ വംശജരുടെ മോചനത്തിനു വേണ്ടി ക്ലേ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ന്യൂസ് ഡെസ്ക്. കേരളത്തിലെ തീരദേശം ശുചീകരിക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. തീരദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾക്ക് രൂപം നൽകുക. ജൂൺ 30-നകം തീരദേശം സമ്പൂർണ്ണമായി ആക്കുകയാണ് ലക്ഷ്യമെന്നും മേഴ്സിക്കുട്ടിയമ്മ തിരുവനന്തപുരത്ത് പറഞ്ഞു. മാലിന്യരഹിതമായ തീരദേശം എന്നതിൽ മത്സ്യത്തൊഴിലാളികളെയും അവിടെയുള്ള
മറ്റ് സന്നദ്ധ സംഘടനകളെയും അയൽക്കൂട്ടങ്ങളെയും കുടുംബശ്രീകളെയും ആകെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ആകെ ചേർന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണം തേടിക്കൊണ്ട് മാലിന്യമുക്തമായ തീരം കേരളത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. കൊല്ലത്ത് 16-കാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തായി. CPM ചൂരനാട് ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാന്റെ മകൻ സുഹൈലിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയാണ്. 16-കാരനായ ആളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലത്ത് 16 വയസ്സുകാരനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. ചവിട്ടുകയും നിലത്തിട്ട് ചവിട്ടുകയും മാരകമായ പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, വലിയ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് ഒരുപക്ഷെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സംഘം ചേർന്ന അതിക്രൂരമായി ബാലനെ 16-കാരനെ മർദ്ദിക്കുന്ന കാഴ്ച. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ. പ്രജീഷ്, ഇതില് ഈ മർദ്ദനമേറ്റ സുഹൈൽ ഇവരുടെ വീടിന് എതിർവശത്തുള്ള ഒരു വീട്ടിലാണ് ഇയാളുടെ ബൈക്ക് സൂക്ഷിച്ചിരുന്നത്. ഇതിവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആ വീട്ടിലുള്ള ഓടയന്റെ സഹോദരൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇവരിത് നീക്കം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരാളുടെ ബൈക്ക് കൂടി അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് മാറ്റാൻ കഴിയില്ലെന്ന് ഈ സുഹൈൽ അറിയിച്ചതിനെ തുടർന്നാണ് ഈ പ്രകോപനം ഉണ്ടാകുന്നതും. തുടർന്നുള്ള ഈ സംഭാഷണത്തിനൊടുവിലാണ് ഇയാളുടെ കടയിലേക്ക്, സുഹൈലിന്റെ പിതാവിന്റെ കടയാണ്, കടയിലേക്ക് അതിക്രമിച്ചു കയറി ഈ പ്രതികളായിട്ടുള്ള ഇതിൽ താഹ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഇയാളെ ക്രൂരമായി 16 വയസ്സുള്ള സുഹൈൽ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പാണ് വർക്കലയിൽ ഇതുപോലൊരു സംഭവം പരസ്യമായി റോട്ടിലിട്ട് അടിക്കുന്നതും ഈ കൊല്ലാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ ആന്തരിക അപായങ്ങൾക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ സുഹൈലിനെ ഈ പത്മാവതി ഹോസ്പിറ്റലില് ശാസ്താംകോട്ട പത്മാവതി ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ളത്. പ്രതീക്ഷ അതിക്രൂരമായ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്ന CCTV ദൃശ്യം. 16 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം.